പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ഹൈറേഞ്ചിലെ പെൺകുട്ടി നീന്ത പഠിക്കുന്ന സ്വപ്നങ്ങളുമായി ജീവിക്കുകയാണ്. ആ കുട്ടിയെ തൽക്കാലം നമുക്ക് റീനുമോൾ എന്ന് വിളിക്കാം. റീനുമോള് പഠനവും കളികളും കഴിഞ്ഞുള്ള സമയങ്ങളെല്ലാം നീന്ത പഠിക്കുന്ന ഒരേ ഒരു സ്വപ്നത്തിൽ മുഴുകി ജീവിച്ചു കൊണ്ടേയിരുന്നു. പിന്നീടത് അവളുടെ ഉറക്കത്തിൽ സ്വപ്നങ്ങളായി മാറിക്കൊണ്ടിരുന്നു. പക്ഷേ ഉറക്കമുണരുമ്പോൾ ആ സ്വപ്നങ്ങൾ മറന്നുപോകുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. 1-2 വർഷം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കെ ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, എനിക്ക് സ്ഥലം മാറ്റമാണ്, വളരെ ദൂരെ ഒരു സ്ഥലത്തേക്കാണ് സ്ഥലം മാറ്റം കിട്ടിയിരിക്കുന്നത്. അവിടെ ജോലിക്ക് പോകണമെങ്കിൽ നമുക്ക് അവിടെ ഒരു വീടെടുത്ത് താമസിച്ചേ മതിയാകും. അതുകൊണ്ട് അവർ കുടുംബസമേതം മാറി താമസിക്കാൻ തീരുമാനിച്ചു. 1-2 ആഴ്ചകൾക്കകം തന്നെ അവർ പുതിയ വീട്ടിലെത്തിച്ചേർന്നു. അത് ഒരിടനാടായിരുന്നു. ഒരു പുഴയോരത്താണ് അവർക്ക് താമസിക്കുന്നതിന് കിട്ടിയ വീട്. ആ പുഴയോരത്ത് ആ നാട്ടിലെ എല്ലാ മുതിർന്നവരും കുട്ടികളുമെല്ലാം കുളിക്കുന്നതും നനയ്ക്കുന്നതുമെല്ലാം ആ പുഴയിലായിരുന്നു. തുടർന്നുള്ള നാളുകളിൽ നമ്മുടെ റീനുമോൾ നീന്ത പഠിച്ചുവെന്ന് നിങ്ങളോട് ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ. ആ കുട്ടി നീന്ത പഠിച്ചു. ഇതൊരു യാദൃച്ഛികതയാണോ? അല്ല. ആ യാദൃച്ഛികതയ്ക്ക് പിന്നിൽ ഒരുപാട് നിഗൂഢത രഹസ്യങ്ങളുണ്ട്. അതായത് നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ടുവരുന്ന ഒരു മഹാശക്തിയുണ്ട്. ആ ശക്തിയെ മനഃശാസ്ത്രത്തിൽ വിളിക്കുന്നത് വിൽ പവർ എന്നാണ്. അതായത് ഇച്ഛാശക്തി. പ്രപഞ്ചത്തിലെ സകല ശക്തികളെയും കീഴടക്കാൻ കെൽപ്പുള്ള മനുഷ്യൻ്റെ ഇച്ഛാശക്തിയുടെ ചുരുളഴിക്കുന്ന സീരിയലാണ് ഞാനിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിനും മാനസിക വളർച്ചയ്ക്കും മാത്രമല്ല, നിങ്ങളൊക്കെ നന്മയുടെ പെരുമരങ്ങളായി വളരാനും ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന മഹാപ്രതിഭകളാകാനും വേണ്ടി ഈ സീരിയൽ ഒരു എപ്പിസോഡ് പോലും മുടങ്ങാതെ കാണുക. സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സഹകരിക്കുക. ഗുഡ് ബൈ.